നിങ്ങൾ വീട്ടിൽ നിന്ന് എങ്ങനെ പുറപ്പെടുന്നുവെന്നത് നിങ്ങളുടെ മുഴുവൻ ദിവസത്തെയും നിർണ്ണയിക്കുമെന്ന് നിങ്ങൾക്കറിയാമോ? വെറും 2 സെക്കൻഡ് നേരത്തെ ഒരു ലളിതമായ പ്രവൃത്തി നിങ്ങളുടെ വിജയവും പരാജയവും തമ്മിലുള്ള വ്യത്യാസമായി മാറിയേക്കാം. നമ്മുടെ പൂർവികർ അറിഞ്ഞിരുന്നതും എന്നാൽ ഇന്നത്തെ ഓട്ടപ്പാച്ചിലിനിടയിൽ നമ്മൾ മറന്നുപോയതുമായ ആ പുരാതന രഹസ്യമാണ്. ഇതൊരു സങ്കീർണമായ സാധനയല്ല, മണിക്കൂറുകൾ നീളുന്ന പൂജയല്ല, മറിച്ച് നിങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായും മാറ്റാൻ കഴിയുന്ന വെറും 2 സെക്കൻഡിന്റെ പ്രവൃത്തിയാണ്. ഇത് തെറ്റായ രീതിയിലാണ് ചെയ്യുന്നതെങ്കിൽ ഫലം വിപരീതമായിരിക്കും. ഞാനൊരു സത്യാവസ്ഥ നിങ്ങളോട് പറയാം. എനിക്ക് ഒരു സുഹൃത്തുണ്ടായിരുന്നു. ഒരു വ്യാപാരിയായിരുന്നു, കഴിവുള്ളവനായിരുന്നു, കഠിനാധ്വാനിയുമായിരുന്നു. പക്ഷേ എന്തുകൊണ്ടെന്നറിയില്ല, എപ്പോഴും പരാജയമായിരുന്നു ഫലം. ഏതെങ്കിലും പ്രധാനപ്പെട്ട മീറ്റിംഗിന് പോകുമ്പോൾ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടാകും. ഒന്നുകിൽ വൈകിയെത്തും, അല്ലെങ്കിൽ മീറ്റിംഗ് ശരിയാവില്ലാതുമല്ലെങ്കിൽ അപ്രതീക്ഷിതമായ പ്രശ്നങ്ങൾ ഉണ്ടാകും. അദ്ദേഹം വിഷമത്തിലായിരുന്നു. ഒരു ദിവസം ഒരു വൃദ്ധനായ സന്യാസി അദ്ദേഹത്തെ കണ്ടുമുട്ടി. അദ്ദേഹം ഒരു ചോദ്യം മാത്രം ചോദിച്ചു: നീ വീട്ടിൽ നിന്ന് എങ്ങനെയാണ് പുറപ്പെടുന്നത്? തിരക്കിലായതുകൊണ്ട് ഓടിയാണ് പുറപ്പെടാറുള്ളതെന്ന് സുഹൃത്ത് മറുപടി നൽകി. സന്യാസി ചിരിച്ചുകൊണ്ട് പറഞ്ഞു: ഇതാണ് നിന്റെ പ്രശ്നത്തിന്റെ മൂലകാരണം. തുടർന്ന് അദ്ദേഹം ഒരു ലളിതമായ വിദ്യ പറഞ്ഞുകൊടുത്തു. സുഹൃത്ത് അത് പരീക്ഷിച്ചു. 3 മാസത്തിനുള്ളിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ വന്നു. ബിസിനസ് അഭിവൃദ്ധിപ്പെടാൻ തുടങ്ങി, വിജയകരമായ അവസരങ്ങൾ തേടി വരാൻ തുടങ്ങി. അപ്പോൾ എന്താണ് ആ വിദ്യ? എന്താണ് ഇത്രയും ശക്തിയുള്ള ആ രഹസ്യം? അതിനു മുൻപ് വാതിൽപ്പടിയുടെ പ്രാധാന്യം എന്താണെന്ന് നമ്മൾ അറിയണം. നിങ്ങളുടെ വീടിന്റെ പ്രധാന വാതിലിന്റെ പടി വെറുമൊരു മരക്കഷ്ണമോ കല്ലോ അല്ല, അതൊരു ഊർജ അതിർത്തിയാണ്. നിങ്ങളുടെ വീടിനുള്ളിലെ ഊർജവും പുറത്തെ ഊർജവും തമ്മിലുള്ള വിഭജനമാണത്. നമ്മുടെ ശാസ്ത്രങ്ങളിൽ വാതിൽപ്പടിയെ അതീവ പവിത്രമായിട്ടാണ് കണക്കാക്കുന്നത്. ലക്ഷ്മി ദേവിയുടെ വാസസ്ഥലമാണത്. അതുകൊണ്ടാണ് നമ്മുടെ പാരമ്പര്യത്തിൽ വാതിൽപ്പടിയിൽ ഒരിക്കലും കാൽ തൊടാൻ പാടില്ലെന്നും അവിടെ നിൽക്കാൻ പാടില്ലെന്നും പറയുന്നത്. അതിനെ ബഹുമാനിക്കണം. നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഭൗതികമായി ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോവുക മാത്രമല്ല ചെയ്യുന്നത്, മറിച്ച് ഒരു ഊർജ മേഖലയിൽ നിന്ന് മറ്റൊരു ഊർജ മേഖലയിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്യുന്നത്. വീടിനുള്ളിലെ ഊർജം സുരക്ഷിതമാണ്, പരിചിതമാണ്, പോസിറ്റീവാണ്. പുറം ലോകത്തെ ഊർജം മിശ്രിതമാണ്. അവിടെ പോസിറ്റീവും നെഗറ്റീവുമുണ്ട്, മത്സരമുണ്ട്, സമ്മർദ്ദമുണ്ട്, വെല്ലുവിളികളുണ്ട്. നിങ്ങൾ വാതിൽപ്പടി കടക്കുന്ന രീതിയാണ് പുറം ലോകത്തെ ഊർജത്തെ നിങ്ങൾ എങ്ങനെ സ്വീകരിക്കും എന്ന് തീരുമാനിക്കുന്നത്. ഇനി നിങ്ങൾ പിന്തുടരേണ്ട ആ വിദ്യ എന്താണെന്ന് നോക്കാം. ഒന്നാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാര്യം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ എപ്പോഴും വലതുകാൽ ആദ്യം വയ്ക്കുക എന്നതാണ്. ഇത് കേൾക്കുമ്പോൾ ലളിതമായി തോന്നാം, പക്ഷേ ഇതിന് പിന്നിൽ വലിയൊരു ശാസ്ത്രമുണ്ട്. നമ്മുടെ ശരീരത്തിൽ 2 പ്രധാന ഊർജ പ്രവാഹങ്ങളുണ്ട്: പിംഗളനാഡിയും ഇടാനാഡിയും. പിംഗളനാഡി വലതുവശത്താണ്. ഇത് സൂര്യോർജം, സക്രിയത, ധൈര്യം, മുന്നോട്ട് കുതിക്കാനുള്ള ശക്തി എന്നിവയുടെ പ്രതീകമാണ്. ഇടാനാഡി ഇടതുവശത്താണ്. ഇത് ചന്ദ്രോർജം, ശീതളിമ, വിശ്രമം, സ്വീകാര്യത എന്നിവയുടെ പ്രതീകമാണ്. നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ, വെല്ലുവിളികളെ നേരിടാൻ പോകുമ്പോൾ നിങ്ങൾക്ക് സക്രിയമായ ഊർജം ആവശ്യമാണ്. അതുകൊണ്ടാണ് വലതുകാൽ ആദ്യം വെക്കേണ്ടത്. ഇത് നിങ്ങളുടെ പിംഗള നാഡിയെ ഉണർത്തുന്നു. സജീവമാകാനുള്ള സമയമായെന്ന് ഇത് നിങ്ങളുടെ ശരീരത്തിന് സന്ദേശം നൽകുന്നു. നിങ്ങളുടെ മസ്തിഷ്കം, ഊർജം, ബോധം എന്നിവയെല്ലാം ആക്റ്റീവ് മോഡിലേക്ക് വരുന്നു. ഇത്തരത്തിൽ സജീവമായ ഊർജത്തോടെ പുറത്തിറങ്ങുമ്പോൾ വിജയസാധ്യത പല മടങ്ങ് വർദ്ധിക്കുന്നു. ആധുനിക ന്യൂറോ സയൻസും ഇത് അംഗീകരിച്ചിട്ടുണ്ട്. നമ്മുടെ മസ്തിഷ്കത്തിന് 2 ഭാഗങ്ങളുണ്ടെന്ന് ശാസ്ത്രജ്ഞർ കണ്ടെത്തി: ഇടതുഭാഗവും വലതുഭാഗവും. ഇടതുഭാഗം യുക്തി, കണക്കുകൂട്ടൽ, വിശകലനം എന്നിവയെ നിയന്ത്രിക്കുന്നു. വലതുഭാഗം സർഗാത്മകത, വികാരം എന്നിവയെ നിയന്ത്രിക്കുന്നു. അത്ഭുതകരമെന്ന് പറയട്ടെ, ശരീരത്തിന്റെ വലതുഭാഗം മസ്തിഷ്കത്തിന്റെ ഇടതുഭാഗവുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അതിനാൽ വലതുകാൽ ആദ്യം വയ്ക്കുമ്പോൾ നിങ്ങൾ മസ്തിഷ്കത്തിന്റെ യുക്തിപരമായ സക്രിയമായ ഭാഗത്തെ ഉണർത്തുകയാണ് ചെയ്യുന്നത്. ഇത് ശാസ്ത്രമാണ്, അന്ധവിശ്വാസമല്ല. രണ്ടാമത്തെ കാര്യം, വാതിൽപ്പടി കടക്കുമ്പോൾ മനസ്സിൽ ഒരു ചെറിയ പ്രാർത്ഥന നടത്തുക എന്നതാണ്. ഇതിന് വെറും 2 സെക്കൻഡ് മാത്രമേ എടുക്കൂ. ലക്ഷ്മി ദേവി, അങ്ങയുടെ കൃപ എന്നിലുണ്ടാകട്ടെ എന്നോ, അല്ലെങ്കിൽ ദൈവമേ എനിക്ക് ഇന്ന് വിജയം നൽകണേ എന്നോ പറയാം, അല്ലെങ്കിൽ വെറും ഓം എന്ന് ഉച്ചരിക്കാം. ഈ പ്രാർത്ഥന നിങ്ങളുടെ മനസ്സിനെ കേന്ദ്രീകരിക്കുന്നു.
ലക്ഷ്യത്തെക്കുറിച്ച് ഇത് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. തിരക്ക് പിടിച്ച് പുറത്തിറങ്ങുമ്പോൾ നിങ്ങളുടെ മനസ്സ് ചിതറിക്കിടക്കുകയായിരിക്കും. നിങ്ങൾ 10 കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടാകും. എന്നാൽ പടിയിൽ ഒരു 2 സെക്കൻഡ് നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ മനസ്സ് ഏകാഗ്രമാകുന്നു. ഏകാഗ്രമായ മനസ്സോടെ പുറപ്പെടുന്ന വ്യക്തി കൂടുതൽ വിജയിക്കുന്നു. 3-ാമത്തെ കാര്യം, വാതിൽപ്പടി കടക്കുമ്പോൾ നിങ്ങളുടെ ദിശ ശ്രദ്ധിക്കുക എന്നതാണ്. സാധ്യമെങ്കിൽ കിഴക്കോട്ടോ വടക്കോട്ടോ അഭിമുഖമായി വീട്ടിൽ നിന്ന് പുറപ്പെടുക. കിഴക്ക് സൂര്യന്റെ ദിശയാണിത്. പുതിയ തുടക്കം, വിജയം, പുരോഗതി എന്നിവയുടെ പ്രതീകമാണ്. വടക്ക് കുബേരന്റെ ദിശയാണിത്. ധനം, ഐശ്വര്യം, സ്ഥിരത എന്നിവയുടെ പ്രതീകമാണ്. ഈ ശുഭദിശകളിലേക്ക് നോക്കി പുറപ്പെടുമ്പോൾ ആ ദിശകളിലെ പോസിറ്റീവ് ഊർജം നിങ്ങൾ സ്വീകരിക്കുന്നു. എല്ലാ വീടിന്റെയും വാതിൽ എല്ലാ ദിശയിലേക്കും തുറക്കില്ലെന്ന് എനിക്കറിയാം. സാധ്യമെങ്കിൽ ഇത് ശ്രദ്ധിക്കുക. വാതിൽ തെക്കോ പടിഞ്ഞാറോ ആണെങ്കിൽ വിഷമിക്കേണ്ട ബാക്കി ഉപായങ്ങൾ അത്രയും ശക്തിയുള്ളതാണ്. 4-ാമത്തെ കാര്യം, വാതിൽ പടിയിൽ തൊട്ട് വന്നിച്ച ശേഷം നെറ്റിയിൽ വെക്കുക എന്നതാണ്. ഇത് നമ്മുടെ പുരാതന പാരമ്പര്യമാണ്. പടിയിൽ തൊടുമ്പോൾ നിങ്ങൾ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം വാങ്ങുകയാണ്. ആ കൈ നെറ്റിയിൽ വെക്കുമ്പോൾ ആ അനുഗ്രഹം നിങ്ങളുടെ ബോധത്തിലേക്ക് പ്രവേശിക്കുന്നു. ലളിതമെങ്കിലും അതീവ ശക്തിയുള്ള പ്രവൃത്തിയാണ് ഇത്. വെറും 2 സെക്കൻഡ് മതി, പക്ഷേ ഫലം ദിവസം മുഴുവൻ ഉണ്ടാകും. 5-ാമത്തെ കാര്യം, വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ ഒരിക്കലും തിരിഞ്ഞു നോക്കരുത് എന്നതാണ്. ഇത് വളരെ പ്രധാനമാണ്. നിങ്ങൾ പുറത്തേക്ക് പോകുമ്പോൾ നിങ്ങളുടെ ഊർജം മുന്നോട്ടായിരിക്കണം. തിരിഞ്ഞു നോക്കുന്നത് സംശയമരക്ഷിതാവസ്ഥ അല്ലെങ്കിൽ അപൂർണമായ കാര്യങ്ങളുടെ സൂചനയാണ്. അത് നിങ്ങളുടെ ഊർജത്തെ ചിതറിക്കും. അതിനാൽ പുറപ്പെടുമ്പോൾ ഉറച്ച തീരുമാനത്തോടെ പുറപ്പെടുക. പൂർണ്ണ വിശ്വാസത്തോടെ മുന്നോട്ട് നോക്കി നടക്കുക. 6-ാമത്തെ കാര്യം, പുറപ്പെടുന്നതിന് തൊട്ടു മുൻപ് ഒരു ദീർഘശ്വാസം എടുക്കുക എന്നതാണ്. ശ്വാസകോശം പൂർണ്ണമായി നിറച്ച് ശ്വാസമെടുത്ത് സാവധാനം വിടുക. ഇത് ശരീരത്തിന് ഓക്സിജൻ നൽകുന്നു, മസ്തിഷ്കത്തെ സജീവമാക്കുന്നു. ഏറ്റവും പ്രധാനമായി നിങ്ങളെ വർത്തമാന നിമിഷത്തിലേക്ക് എത്തിക്കുന്നു. പലരും തിരക്ക് കാരണം ഓടിപ്പിടിച്ചാണ് പുറത്തിറങ്ങുന്നത്. അവരുടെ ശ്വസനം ക്രമമല്ലാത്തതായിരിക്കും. മനസ്സ് അസ്വസ്ഥമായിരിക്കും. പിന്നെ ദിവസം മുഴുവൻ എന്തിനാണ് താറുമാറായതെന്ന് അവർ അത്ഭുതപ്പെടും. അതിനാൽ 2 സെക്കൻഡ് നിന്ന് ഒരു ദീർഘശ്വാസം എടുത്ത് ശാന്തമായി പുറപ്പെടുക. 7-ാമത്തെ കാര്യം, സാധ്യമെങ്കിൽ ശുഭമുഹൂർത്തം നോക്കുക എന്നതാണ്. രാഹുകാലത്ത് വീട്ടിൽ നിന്ന് പുറപ്പെടരുത്. രാഹുവിന്റെ ഊർജം സ്വാധീനിക്കുന്ന സമയമാണ്. ഇത് അശുഭമായി കണക്കാക്കുന്നു. ഓരോ ദിവസവും ഇത് വ്യത്യസ്ത സമയങ്ങളിലാണ്. ഉദാഹരണത്തിന്, തിങ്കളാഴ്ച രാവിലെ 7 മണി കഴിഞ്ഞ് 30 മിനിറ്റ് മുതൽ പകൽ 9 മണി വരെ. ചൊവ്വാഴ്ച പുലർച്ചെ 3 മണി മുതൽ പുലർച്ചെ 4 മണി കഴിഞ്ഞ് 30 മിനിറ്റ് വരെ എന്നിങ്ങനെയാണ്. പ്രധാന കാര്യങ്ങൾക്ക് പോകുമ്പോൾ രാഹുകാലം ഒഴിവാക്കുക. 8-ാമത്തെ കാര്യം, പുറപ്പെടുമ്പോൾ മധുരം കഴിക്കുക എന്നതാണ്. ഒരു ചെറിയ കഷ്ണം മിഠായിയോ പഞ്ചസാരയോ ശർക്കരയോ കഴിക്കാം. ശുഭകാര്യത്തിന് പോകുന്നതിന് മുൻപ് മധുരം കഴിക്കുന്നത് നമ്മുടെ പാരമ്പര്യമാണ്. ഇതിന് മനഃശാസ്ത്രപരമായ കാരണവുമുണ്ട്. മധുരം കഴിക്കുമ്പോൾ മസ്തിഷ്കത്തിൽ സെറോട്ടോണിൻ എന്ന രാസവസ്തു ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഇത് നിങ്ങളെ സന്തോഷവാനും പോസിറ്റീവുമാക്കുന്നു. സന്തോഷമുള്ള മനസ്സോടെ ജോലി ചെയ്യുമ്പോൾ വിജയം സുനിശ്ചിതമാണ്. 9-ാമത്തെ കാര്യം, പുറപ്പെടുമ്പോൾ കുടുംബാംഗങ്ങളോട് മോശമായി സംസാരിക്കരുത് എന്നതാണ്. പലപ്പോഴും ആളുകൾ പുറപ്പെടുന്നതിന് മുൻപ് വഴക്കിടും, ദേഷ്യപ്പെട്ടിറങ്ങും. ആ നെഗറ്റീവ് ഊർജം ദിവസം മുഴുവൻ അവരോടൊപ്പമുണ്ടാകും. അതിനാൽ എന്തു തന്നെയായാലും ശാന്തമായി പുറപ്പെടുക. തർക്കങ്ങളുണ്ടെങ്കിൽ മടങ്ങി വന്ന ശേഷം പരിഹരിക്കുക. സ്നേഹത്തോടും സമാധാനത്തോടും കൂടി ഇറങ്ങുക. സാധ്യമെങ്കിൽ മാതാപിതാക്കളുടെയോ മുതിർന്നവരുടെയോ പാദം വന്ദിച്ച് ഇറങ്ങുക. അവരുടെ അനുഗ്രഹം നിങ്ങൾക്കൊപ്പമുണ്ടാകും. പരീക്ഷ, ഇന്റർവ്യൂ, ബിസിനസ് ഡീൽ തുടങ്ങിയ പ്രധാന കാര്യങ്ങൾക്കാണ് പോകുന്നതെങ്കിൽ വാതിലിനടുത്ത് ഒരു ചെറിയ ദീപം തെളിയിക്കുക. 1 മിനിറ്റ് നേരത്തേക്ക് ദീപം തെളിയിക്കുമ്പോൾ ഓം ഗം ഗണപതയേ നമഃ എന്ന് മന്ത്രിക്കുക. വിഘ്നേശ്വരൻ തടസ്സങ്ങൾ നീക്കുന്നവനാണ്. അദ്ദേഹത്തെ സ്മരിച്ച് ഇറങ്ങിയാൽ തടസ്സങ്ങൾ സ്വയം മാറിക്കൊള്ളും. മറ്റൊരു ഉപായം, പ്രധാന വാതിലിൽ സ്വസ്തിക ചിഹ്നം വരയ്ക്കുക എന്നതാണ്. ഇത് 4 ദിശകളിൽ നിന്നുമുള്ള പോസിറ്റീവ് ഊർജത്തെ ആകർഷിക്കുന്നു. സിന്ദൂരമോ മഞ്ഞളോ കൊണ്ട് ചെറിയൊരു സ്വസ്തിക വരയ്ക്കാം. ഇതിന് താഴെക്കൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾ ശുഭകരമായ ഊർജത്തിലൂടെയാണ് കടന്നുപോകുന്നത്. 3-ാമത്തെ ഉപായം, വാതിലിൽ നാരങ്ങയും പച്ചമുളകും കോർത്ത് തൂക്കുക എന്നതാണ്. ഇത് നെഗറ്റീവ് ഊർജത്തെയും കണ്ണേറിനെയും തടയും. എല്ലാ ശനിയാഴ്ചയും ഇത് മാറ്റുക.
നാലാമത്തെ ഉപായം വാതിൽപ്പടിയിൽ എന്നും രാവിലെ രംഗോലി വരയ്ക്കുക എന്നതാണ്. ഇതൊരു യന്ത്രം പോലെ പ്രവർത്തിച്ച് നിങ്ങളുടെ ഊർജത്തെ സന്തുലിതമാക്കുന്നു. അഞ്ചാമത്തെ ഉപായം പ്രധാന വാതിൽ ഗംഗാജലം കൊണ്ട് കഴുകുക എന്നതാണ്. ആഴ്ചയിൽ ഒരിക്കൽ, പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ഇത് ചെയ്യുക. ഗംഗാജലം ഇല്ലെങ്കിൽ തുളസിയിലയും ഉപ്പും കലർത്തിയ വെള്ളം ഉപയോഗിക്കാം. ഇനി മടങ്ങിവരുന്ന കാര്യത്തെക്കുറിച്ച് പറയാം. പുറത്തെ സമ്മർദ്ദവും തളർച്ചയും നെഗറ്റീവ് ഊർജവുമായാണ് നിങ്ങൾ മടങ്ങിവരുന്നത്. അതിനാൽ വീട്ടിൽ പ്രവേശിക്കുമ്പോൾ ഇടതുകാൽ ആദ്യം വയ്ക്കുക. പുറപ്പെടുമ്പോൾ ചെയ്തതിന് നേരെ വിപരീതം. ഇപ്പോൾ നിങ്ങൾക്ക് സക്രിയതയിൽ നിന്ന് വിശ്രമത്തിലേക്ക് പോകണം. ഇടതുകാൽ ഇടാനാഡിയെ ഉണർത്തുന്നു. ഇത് സമാധാനത്തിന്റെയും വിശ്രമത്തിന്റെയും സൂചനയാണ്. പ്രവേശിക്കുന്നതിന് മുൻപ് പടിയിൽ തൊട്ട് അമ്മേ, ഞാൻ സുരക്ഷിതമായി മടങ്ങി എത്തിയ അങ്ങയുടെ കൃപയ്ക്ക് നന്ദി എന്ന് പറയുക. ഇത് മനസ്സിനെ ശാന്തമാക്കും. ഉടനെ ചെരുപ്പുകൾ മാറ്റുക. പുറത്തെ പൊടിയും ഊർജവും അവിടെ ഉപേക്ഷിക്കുക. കൈകാലുകൾ കഴുകുക. ഇത് നെഗറ്റീവ് ഊർജം മാറ്റാൻ സഹായിക്കും. സ്നേഹത്തോടെ വീട്ടുകാരോട് സംസാരിക്കുക. പുറത്തെ ടെൻഷൻ അകത്തേക്ക് കൊണ്ടുവരരുത്. വീട് നിങ്ങളുടെ വിശ്രമസ്ഥലമാണ്, ഒരു ക്ഷേത്രമാണ്. ഇവിടെ സ്നേഹവും സമാധാനവും മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. മറ്റൊരു കാര്യം, രാത്രിയിൽ സൂര്യൻ അസ്തമിച്ച ശേഷം അത്യാവശ്യമില്ലെങ്കിൽ പുറത്തിറങ്ങരുത്. ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ദൈവനാമം ജപിക്കുക. രാത്രിയിൽ നെഗറ്റീവ് ശക്തികൾ കൂടുതൽ സജീവമായിരിക്കും. സുഹൃത്തുക്കളെ, ഇതൊക്കെ കേൾക്കുമ്പോൾ അന്ധവിശ്വാസമാണെന്ന് തോന്നിയേക്കാം. പക്ഷേ ഇത് ശാസ്ത്രമാണ്, ഊർജ തന്ത്രമാണ്, മനഃശാസ്ത്രമാണ്. നമ്മുടെ ഋഷിമാർ ആയിരക്കണക്കിന് വർഷത്തെ പരീക്ഷണങ്ങളിലൂടെ കണ്ടെത്തിയ കാര്യങ്ങളാണിവ. മനഃശാസ്ത്രജ്ഞർ പറയുന്നത് ചെറിയ പ്രവൃത്തികൾ പോലും മസ്തിഷ്കത്തിന് വലിയ സൂചനകൾ നൽകുന്നുവെന്നാണ്. ദിവസവും ഇത് ചെയ്യുമ്പോൾ അതൊരു ശീലമായി മാറും. 21 ദിവസം തുടർച്ചയായി ഇത് ചെയ്യുക. അതോടെ അതൊരു ശീലമാകും. നിങ്ങൾ നിങ്ങളുടെ വിധിയെ സ്വന്തമായി നിർമ്മിക്കുകയാണ്. എല്ലാ ദിവസവും ബോധപൂർവം പുറത്തിറങ്ങുക. ബോധമാണ് ജീവിതം മാറ്റുന്നത്. നിങ്ങൾ തയ്യാറാണോ? ഈ ലളിതവും എന്നാൽ ശക്തിയുള്ളതുമായ മാറ്റത്തിന് നിങ്ങൾ തയ്യാറാണോ?